സർ, ഓപ്പറേഷൻ സമുദ്ര നമ്മുടെ വി ഡി സതീശൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ധനകാര്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് ഓപ്പറേഷൻ സമുദ്രയെ എടുത്തു കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഓപ്പറേഷൻ സമുദ്ര എന്ന് പറയുന്നത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇത് അദാനിക്കോ അംബാനിക്കോ തീരെഴുതി കൊടുക്കാൻ, നമ്മുടെ കടൽ തീരങ്ങൾ തീരെഴുതി കൊടുക്കാനുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഓപ്പറേഷൻ സമുദ്ര? ഇതെങ്ങനെയാണ് നമ്മുടെ സമ്പദ്ഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് നമ്മുടെ കരയും കടലും, കരയിലുള്ളതിനേക്കാൾ ഏകദേശം 20 മടങ്ങോളം റിസോഴ്സസ് നമ്മുടെ സമുദ്രങ്ങളിലുണ്ട്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായാലും സമുദ്ര വിഭവങ്ങളിലൂടെ ആയാലും ഉണ്ട്. അപ്പോൾ ഈ കരമേഖലകളിൽ നിന്നുള്ള നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം കുറയുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ വേറൊരു പാരഡൈം ഷിഫ്റ്റ് പോലെ വരെയാണ്. അപ്പോൾ ഇനി നമ്മൾ സമുദ്രത്തിലെ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. സമുദ്രത്തിലെ റിസോഴ്സ് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ അതിൽ കേരളത്തിന് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നതിലൂടെ നമ്മുടെ സമുദ്ര മേഖലകളെ കുറിച്ചുള്ള പഠനം, ഗവേഷണങ്ങളായാലും സമുദ്ര മേഖല ബ്ലൂ ഇക്കോണമി എന്നാണ് അറിയപ്പെടുന്നത്. ആ ബ്ലൂ ഇക്കോണമിക്ക് ഒരു കാര്യക്ഷമമായിട്ടുള്ളൊരു പുരോഗതി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ അദാനി ഗ്രൂപ്പിനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള മേഖലകൾക്കോ നമ്മുടെ സമുദ്രത്തെ തീരെഴുതി കൊടുക്കുന്നു എന്നുള്ളതല്ല. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഗവൺമെൻറ് ഓറിയൻറ്റഡ് മേഖലകളിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് ഇതിനെ എടുത്ത് ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക ശേഷി നമ്മളിലില്ല. അപ്പോൾ എന്തായാലും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് പ്രൈവറ്റ് മേഖലയെ നമ്മൾ ആശ്രയിച്ചേ പറ്റും. ഈ പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുമ്പോൾ എന്നാൽ പൂർണ്ണമായിട്ട് അവർക്കങ്ങ് വിട്ടുകൊടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു മേൽനോട്ടം, ഒരു ഓറിയൻറ്റേഷൻ എപ്പോഴും അവിടെ ഉണ്ടാവണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് സമുദ്രത്തിലെ റിസോഴ്സസിന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തെ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലുള്ള ഒരു വികസനപരമായിട്ടുള്ള കാര്യത്തിലോട്ടായിരിക്കും പോകുന്നത്. അത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കൊന്നു വിഴിഞ്ഞം, കൊല്ലം, അതേപോലെ തന്നെ പല മേഖലകളും പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ട് എങ്ങനെയായിരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ തീരദേശ മേഖല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ തീരദേശം വളരെ കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളവും. അപ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്ന അല്ലെങ്കിൽ ഈ സമുദ്ര പ്രോജക്റ്റ് വരുന്നതിലൂടെ നമ്മുടെ ഈ മേഖലകളെല്ലാം ആദ്യകാലത്ത് നമുക്ക് ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം അങ്ങ് നിന്നുപോയതാണ്. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ ആയാലും കൊല്ലത്തെ ആയാലും അങ്ങനെ ആ തീരദേശ മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജനസംഖ്യാപരമായിട്ടുള്ള പ്രഷർ, ട്രാഫിക് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇതുപോലുള്ള ചരക്ക് ഗതാഗതം നമുക്ക് മാക്സിമം സമുദ്രത്തിലൂടെ ഈ ചാനലിലൂടെ കടത്തി വിട്ടുകൊണ്ട് നമുക്ക് റോഡിനെ സംരക്ഷിച്ചുകൊണ്ട് ഒക്കെ കൊണ്ടുപോകാനുള്ള പ്രോജക്റ്റുകളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സമുദ്രം മാത്രമല്ലല്ലോ പറയുന്നത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ പലതരത്തിലുള്ള ജലഗതാഗതങ്ങളും ആശ്രയിച്ചുകൊണ്ട് ഇതിനെല്ലാം ചെറിയ ചെറിയ പാർട്ടാക്കി ഇതെല്ലാം ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യമില്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ ഈ പോളിസികളെല്ലാം സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് മുന്നിൽ കാണുന്നത്. സമഗ്രമായിട്ടുള്ളൊരു മേഖലയാണ്. ഒരു പർട്ടിക്കുലർ സെക്ടർ മാത്രം ഡെവലപ്പ് ചെയ്യണമെന്നല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നതിലൂടെ നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം റോഡിലൂടെ പോകുമ്പോഴത്തേക്കും റോഡ് ട്രാൻസ്പോർട്ടായി. അതുപോലെ മറ്റ് ചെറിയ ചെറിയ മേഖലകളിലൂടെ ഉള്ള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഗതാഗതം അങ്ങനെ. അപ്പോൾ ഈ എല്ലാ മേഖലയ്ക്കും തുല്യമായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ളൊരു വികസന പദ്ധതിയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് അവസ്ഥയിലെത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, അതേപോലെ തന്നെ ഈ ജലഗതാഗതത്തിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് ഈ ക്യാപിറ്റൽ സിറ്റിയിലുള്ള മെട്രോ. ഇപ്പോൾ കൊച്ചിയിൽ കൃത്യമായിട്ട് മെട്രോ ഉണ്ട്. അപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും ഒരു ലൈറ്റ് മെട്രോ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ? നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ലൈറ്റ് മെട്രോ സംവിധാനം വരേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചു. ഇത് ട്രാഫിക് ജാമുകളായാലും ഇപ്പോൾ ചെറിയ രീതിയിൽ പള്ളിപ്പുറം തൊട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡിസ്റ്റൻസൊക്കെ കുറച്ച് മാറ്റിക്കൊണ്ട് പാറശാല മുതൽ ആറ്റിങ്ങൽ വരെ ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഈ മെട്രോ സംവിധാനത്തെ
പൊളിച്ചെഴുതാൻ പൊളിച്ചെഴുതിക്കൊണ്ട് നമുക്കിതിനെ നടപ്പിലാക്കി എടുക്കണം. അതായത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട എയിമും എന്തായാലും മുഖ്യമന്ത്രി അത് പ്രകടമായി പറഞ്ഞില്ലെങ്കിലും എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഭരണം കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ മെട്രോ സിറ്റിയാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നടന്നിരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു കണക്കുകൂട്ടൽ. അതേപോലെ തന്നെ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ഈ പ്രിയദർശിനി പദ്ധതി. അപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതിക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഫണ്ട് കണ്ടെത്തുന്നത് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അത് എക്കണോമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു മാറ്റമായിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഇപ്പോൾ കടമാണ് സർക്കാർ കൊടുക്കുന്നത്, സൗജന്യ യാത്രയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സമൂഹത്തിന് എക്കണോമിക്കലി ഇത് ബെനിഫിറ്റായി മാറുന്നത് എങ്ങനെയായിരിക്കും? അതെ, ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏറ്റവും അതായത് നമ്മളെ ജനങ്ങളെ സാധാരണക്കാരെ ഉൾപ്പെടെ എങ്ങനെ സഹായിക്കാം, അതായത് ഗവൺമെൻറ് എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, ഒരു സ്കഫോൾഡർ ആയിരിക്കണം, ഒരു കൈത്താങ് ഗവൺമെൻറ് പാർട്ടിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഈ പ്രിയദർശിനി പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത്. വനിതകൾക്ക് സൗജന്യ യാത്ര നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ സൂചിപ്പിച്ചതാണ്. അവിടേക്ക് ജോലിക്ക് വരുന്നൊരു അമ്മ പറഞ്ഞതാണ്, ഇത്തിരി പാലോട് കുറച്ചങ്ങ് അകത്തുനിന്ന് വരുന്നതാണ്, ദിവസം 200 രൂപയാണ് അവരുടെ വണ്ടിക്കൂലിക്ക് വേണ്ടി, വാഹനക്കൂലിക്ക് വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പോൾ ഈ വാഹനക്കൂലി ഇത് മാറ്റപ്പെടുമ്പോഴത്തേക്ക് ഒരു മാസം വന്നു പോകുന്ന 30 ദിവസം വന്നു പോകുന്ന ആ അമ്മയ്ക്ക് 6000 രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ 200 രൂപ ഒരു ദിവസം സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇക്കണോമിക്കലി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർച്ചേസിങ് പവർ കൂടും. അതായത് ഈ 200 രൂപ വണ്ടിക്കൂലിക്ക് വേണ്ടി ചിലവാക്കുന്ന രൂപ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിപ്പോകും, വീട്ടിലേക്ക് എന്തെങ്കിലും അവശ്യ വസ്തുക്കൾ വാങ്ങാനുള്ളത് പോകും. അപ്പോൾ എന്നാൽ നേരത്തെ ഇതൊന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കടം വാങ്ങിച്ചായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിനൊരു സെക്യൂരിറ്റി, അതായത് ഈ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്ന തുക അവരുടെ ഒരു ഇൻകം വർദ്ധിക്കുന്നതിന് തുല്യമാണ്. എല്ലാവർക്കും ഒരു പെൻഷൻ പോലെ ഒരു തുക. അതാണ് അവരുടെ ഇപ്പം 15,000 സാലറി കിട്ടിക്കൊണ്ടിരുന്നു. 15,000 സാലറി കിട്ടിക്കൊണ്ടിരുന്നിട്ട് 6000 രൂപ ബസ് ഫെയറിന് വേണ്ടി മാത്രം മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് 9,000 രൂപയാണ് അവരുടെ സാലറി. 15,000 ആണെങ്കിൽ അവർക്ക് ചിലവഴിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന 9,000 ആണ്. ഇപ്പോൾ അത് 15,000 രൂപ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിലൂടെ അവരുടെ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. അപ്പോൾ പർച്ചേസിംഗ് പവർ കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഓരോ വീടിൻ്റെയും സാമ്പത്തിക അവസ്ഥ ഉയരും, ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക അവസ്ഥ വരും, ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥ വരും. അത് സമൂഹത്തിലേക്ക് മാറ്റം വരും. ആ സമൂഹത്തിൽ മാറ്റം വരുന്നത് നമ്മുടെ GSDP ഉയരും, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉയരും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഉയരുന്നതിന് കാരണമാവും. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെയാണ്. രാജ്യത്തിൻ്റെ GDP-യിൽ തന്നെ ഇതൊരു മാറ്റം ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഇപ്പോഴത്തെ പോളിസികളിലെല്ലാം മോദിജിയും പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. വയോജന വകുപ്പ് രൂപീകരിച്ചത്, കേരളത്തിന് വേണ്ടി ഇങ്ങനെ സൗജന്യ യാത്രകൾ നൽകുന്നത്, അതെല്ലാം എന്തായാലും നമ്മുടെ കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുകൾ കൂടും. അപ്പോൾ വയോജന വകുപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്? വയോജന വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ എടുക്കുമ്പോഴത്തേക്കും മുതിർന്നവരുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. ഇവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഉയരുകയാണ്. അപ്പോൾ അതിനൊരു കൈത്താങ്ങായിട്ട് ഗവൺമെൻറ് മാറുമ്പോഴത്തേക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് മുതിർന്നവരെ അങ്ങ് അടിച്ചമർത്തി കളയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഒരാളുണ്ട് എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യത്തിലും ഒരു വലിയ കുഴപ്പമില്ലാതെ പോകാനായിട്ട് കഴിയും. അതേപോലെ അതിലൊരു കോഴ്സ് തന്നെ സർക്കാർ ഉണ്ടാക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചൈനയിലേക്കാണ് കൂടുതലും. അപ്പോൾ ചൈനയിൽ ഇത്ര രൂപയുണ്ട്, വയോധികരെ അല്ലെങ്കിൽ വയസ്സായ അച്ഛനമ്മമാരെ നോക്കാൻ ഇത്ര രൂപ ശമ്പളം ആളുകളെ അന്വേഷിക്കുന്ന പറയുമ്പോൾ നമ്മൾ രസകരമായിട്ട് ചൈനയിലെങ്ങാനും ആയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് കേരളം മാറാനുള്ള സാധ്യതയുണ്ടോ? കേരളം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ ഇവരെ, അതായത് നമ്മളും വയസ്സാവും, അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റിയാണ്. വയോജനങ്ങളെ നോക്കാൻ ശമ്പളത്തോടു കൂടി ഇത് പഠിച്ച ആളുകൾ വരുന്നത് എങ്ങനെയായിരിക്കും അതൊരു ബെനിഫിറ്റ് ആകാൻ പോകുന്നത് ജനങ്ങൾക്ക്? അതായത് ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ നൽകുന്ന രീതിയിലൊക്കെ നമുക്കിതിനെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കോഴ്സുകൾ എടുത്ത് പഠിച്ച് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം,
രണ്ടാം ശൈശവ മേഖലയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവരെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവരെ പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ വിരട്ടിയിരുത്താൻ പറ്റും, ഇവരെ നമുക്ക് വിരട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ശരിയായ രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെ മാത്രമേ ഇവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചുകൂടി സൈക്കോളജിക്കൽ പരമായിട്ട് നേരിടാൻ പറ്റും. അതെ, അതിനെല്ലാം കോഴ്സുകൾ പഠിച്ചെടുത്ത് സൈക്കോളജി പരമായിട്ടൊക്കെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ചിലപ്പോൾ വലിയ പോസ്റ്റുകളിൽ ഇരുന്നവരാവാം, ചിലപ്പോൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ അവസ്ഥയിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നതാവാം. അപ്പോൾ അവരെ ഒക്കെ ഉയർത്തുമ്പോഴത്തേക്കും പിന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ മുതിർന്നവരെ നമ്മൾ നന്നായിട്ട് നോക്കുന്നവരുടെ അവരുടെ കടാക്ഷം വരുന്നത് തന്നെ ഗവൺമെന്റിന്റെ ഉയർച്ചയിലേക്ക് കാരണമാവും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഓക്കെ.